ഇപ്പൊ ഞങ്ങള് അമൃത്സറിൽ പൊക്കോണ്ടിരിക്കുക. അമൃത്സറിൽ എന്താണെന്ന് എനിക്ക് അറിയാതിരിക്കുമല്ലോ. ഞാൻ വളരെ ചെറുതിലേ ഞാൻ പോയതാണ്. തീരെ പൊടിയായിരുന്നപ്പോഴാണ് ഞാൻ പോയത്. അപ്പൊ എനിക്ക് വലിയ ഓർമ്മകളൊന്നും ഇല്ല. ഇവിടുത്തെ ലസ്സി അടിപൊളി കേട്ടോ. രാത്രി കോളേജൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ആയി വന്നു. അന്ന് രാത്രി വന്നിട്ട് ഫുഡ് അടിച്ചിട്ട് പോയതാണ്. അതിനകത്ത് കയറാൻ സംഭവിച്ചില്ല. ധോണിയൊക്കെ ഉണ്ടായിരുന്നു. ധോനി, സേവാഗൊക്കെ വന്നിട്ടുണ്ട്, സച്ചിൻ വന്നിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഹേക്കുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ അമൃത്സറിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അമൃത്സറിൽ എന്താണെന്ന് എനിക്ക് അറിയാതിരിക്കുമല്ലോ. ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടത്തിൽ ജോനഥനുണ്ട്, വിനജനുണ്ട്, അതുപോലെ തന്നെ ഷീജു അച്ഛനുണ്ട്, കൊച്ചമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ചെറുതിലേ ഞാൻ പോയതാണ്. തീരെ പൊടിയായിരുന്നപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് വലിയ ഓർമ്മകളൊന്നും ഇല്ല അമൃത്സർ ഗോൾഡൻ ടെമ്പിളിനെ പറ്റി. അപ്പോൾ ഇവര് ഫസ്റ്റ് ടൈം. ഷിജോച്ചമ്മ ആദ്യമായിട്ടാണോ? കൊച്ചമ്മ ആദ്യമായിട്ടോ? അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകാൻ പോകുന്നത്. ജിവിനജൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. തുടർന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ പോകുന്ന വഴിയിലേക്ക് കാണിക്കുന്നതായിരിക്കും. ഇവിടുത്തെ ലസ്സി അടിപൊളി കേട്ടോ. ഞങ്ങൾ ആദ്യം കയറി 2 ഫ്രൈഡ് റൈസ് ആണോ? പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് റൈസ് കഴിക്കും. ഞങ്ങൾ ഹവേലി പോയിട്ട് ഞങ്ങൾ എല്ലാവരും പോയായിരുന്നു. അങ്കിളും ആന്റിയും മെറ്റിയും ഞാനും കൂടെ. എന്നിട്ട് ഞങ്ങളെല്ലാം പൊറാട്ട, ചപ്പാത്തി, റൊട്ടി അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ. അവിടെ പോയിട്ടും മസാല ദോശ ഓർഡർ ചെയ്ത് കഴിച്ചാൽ പറ്റി. ഞാനും മമ്മിയും ഡൽഹി ലാൻഡായി. ഞങ്ങൾ നേരെ ഒരു ധാബയിൽ കയറി നല്ല ഒരു പൊറാട്ടയും കഴിച്ചു. ഞാൻ ഈ ഹിന്ദി പറഞ്ഞു വരുമ്പോഴത്തേനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഫുഡുകൾ തരുന്നതായിരിക്കും. സെറ്റ്. അപ്പൊ നമ്മളെ അടുത്ത വ്ളോഗ് സേലത്ത് വെച്ചായിരിക്കും. ഡേ വിത്ത് പ്രീസ്റ്റ് ഇൻ സേലം. അവിടുന്ന് നമ്മൾ ഏർക്കാട് പോകും. നല്ല ഹിൽ സ്റ്റേഷൻ, അത് പൊളിക്കും. എല്ലാം ഉണ്ട്. നമ്മള് നോക്കുന്നതായിരിക്കും. പീകോക്ക് പാർക്കോ? പീക്കു പാർക്ക്, പഗോഡ പോയിന്റ്. നല്ല നമുക്ക് അവിടെ പോയി പകോട ഒക്കെ കഴിച്ച് ബജിയൊക്കെ കഴിച്ച് അങ്ങനെ. ഇപ്പൊ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:39. ഈ എക്സ്പെക്റ്റഡ് ടൈം പറയുന്നത് 1:39. അതിന് മുമ്പ് എത്താൻ പറ്റുമോ നോക്കാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ അത്യാവശ്യം നല്ല കിടിലൻ ഹൈവേ, നമുക്ക് വെച്ചനത്തി അങ്ങ് പോകാൻ പറ്റും. അപ്പൊ ഈ ടൈമൊക്കെ ചിലപ്പോൾ മാറിയെന്നിരിക്കും. അവിടെ ചെന്നിട്ട് ബ്ലോക്ക് കാണും അല്ലയോ? അവിടെ എത്തിയതിനു ശേഷം നമുക്ക് നല്ല നടക്കാനാണ്. നടക്കാൻ റെഡി ആണോ? അവിടെ ഇപ്പോ ഗോൾഡൻ ടെമ്പിളില്, പിന്നെ ജാലിയൻവാല ബാഗ് അറിയാം, ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ആ 2 സ്ഥലങ്ങളാണ് ആ ഒരു ചുറ്റളവിൽ നമുക്കുണ്ട്. പിന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. രാത്രി കോളേജൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ആയി വന്നു. അന്ന് രാത്രി വന്നിട്ട് ഫുഡ് അടിച്ചിട്ട് പോയതാണ്. ആരറിയുന്നു? അതിനകത്ത് കയറാൻ സംഭവിച്ചില്ല അവന്മാര്. പക്ഷെ വെളിയിലത്തെ സ്റ്റോൾസ് ഫുള്ള് ഞങ്ങൾ കയറി. കാരണം അതിനകത്ത് മറ്റേ സെലിബ്രിറ്റീസ് ആയിരുന്നു, ക്രിക്കറ്റേഴ്സും. ധോണിയൊക്കെ ഉണ്ടായിരുന്നു. ധോനി, സേവാഗൊക്കെ വന്നിട്ടുണ്ട്, സച്ചിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അകത്തോട്ട് കയറ്റിയില്ല. ഞങ്ങൾ വെളിയിലായിരുന്നു. വെളി ഫുള്ള് ഇരുന്ന് ഫുഡൊക്കെ അടിച്ച് സെറ്റായി. ഹർഭജൻ സിംഗ് ഒക്കെ ഇത് അറിയുന്നു. ഹർഭജൻ സിംഗിനെ ഞങ്ങൾ കണ്ടില്ല. അകത്ത് ഇരിപ്പുണ്ടായിരുന്നു, അകത്ത് കയറ്റി വിടുന്നില്ലായിരുന്നു. ഞങ്ങൾ ഹർഭജനെയും കാണാനല്ല പോയെ, ഫുഡ് കഴിക്കാനാ പോയെ. ഇവിടെ വണ്ടികൾ ഓൾട്ടർ ചെയ്യുന്നു. ശരിക്കും നല്ല വണ്ടികൾ ഓൾട്ടർ ചെയ്യുന്നു. ടയർ കണ്ടു. അങ്ങനെ നമ്മൾ ഹവേലി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഭക്ഷണം കഴിച്ചു.
അതെ, ഇനി ഭക്ഷണം കഴിച്ചിട്ടാക്കാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ വന്നേക്കുന്നത് ഹവേലിയിലാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ജോനാഥൻ മോനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. എന്തോ കഴിക്കാൻ പോകുന്നത് നമുക്കൊരു ഉറപ്പുമില്ല. അതിൻ്റെ മെനു കാർഡ് വന്നിട്ടുണ്ട്. നമ്മൾ മെന്യൂസൊക്കെ നോക്കട്ടെ. എന്തോ വേണ്ട, ഇതെന്തോടാ എഴുതിയേക്കുന്നത്? അച്ചാരി ആലു ഉണ്ട്, ആലു ജീരയുണ്ട്, ആലു ഗോപിയുണ്ട്. അത് ശരിയാ, നമ്മൾ നോക്കിയാൽ ശരിയാണ്. ഇഡ്ഡലി സാമ്പാർ, വട സാമ്പാർ, ഇന്ന് ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. കഴിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. യെസ്, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടോ? കൊച്ചമ്മക്ക് ഇഷ്ടപ്പെട്ടോ? ഫുഡും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ആംബിയൻസ് ടോപ്പ് നോച്ച്, അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ ആരും കാണാതെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടുത്തുകൊണ്ടിരുന്നപ്പോഴും അവർ പറഞ്ഞു വീഡിയോ എടുക്കരുതെന്ന്. എന്നാൽ പിന്നെ വീഡിയോ എടുത്തില്ല, അങ്ങനെ അങ്ങ് പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പം അടുത്ത സ്പോട്ടിലോട്ട് പോകണം. എന്താണ്, എവിടെ അടുത്ത സ്പോട്ട്? ഗോൾഡൻ ടെമ്പിളാണ് അടുത്ത സ്പോട്ട്. പിന്നെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ ഏകദേശം 2:50 ഞങ്ങളൊരു 3:15-3:30 ആകുമ്പോൾ അവിടെ എത്താമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. ബാക്കി നോക്കാൻ തുടർന്നുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞങ്ങൾ ഷോള് മേടിക്കാനായിട്ട്, കൊച്ചമ്മയ്ക്ക് ഷോള് മേടിക്കാനും അതുപോലെ തന്നെ ജോണത്തിന് തലയിൽ ഇടാനായിട്ട് കർച്ചീഫ് എടുക്കാനായിട്ട് ഞങ്ങളിവിടെ വന്നേക്കാം. നമുക്കിതില്ലാതെ നമ്മൾ അകത്ത് കയറ്റത്തില്ല കേട്ടോ, അത് മേടിക്കാനായിട്ട് വന്നേക്കുക. ഇതാണ് ഗൈസ് ജാലിയൻവാല ബാഗ്. ശ്രദ്ധിക്കണം. അതെ അതെ അതെ. പക്ഷേ ഉച്ചയ്ക്ക് 3 മണിക്ക് വലിയ വെയിലില്ല.
അതുകൊണ്ട് നമുക്ക് ദൂരം ഉണ്ടെങ്കിലും നടക്കാൻ. അതെ അതെ, ഇല്ല കയറ്റവും ഇല്ല ഇറക്കവും ഇല്ല, സ്ട്രെയിറ്റാ. അതുകൊണ്ട് ഇതുണ്ടോ, അതുണ്ടോ ഷോക്കേസ് ചെയ്തേക്കുന്നു. പക്ഷെ എത്ര രൂപയായിരിക്കും? ഈ കള്ളിയായിട്ട് വരച്ചേക്കുന്നത് മൊത്തം ബുള്ളറ്റ് മാർക്സാണ്. അപ്പോൾ അന്ന് ഇവിടെ വെടിവെച്ചിട്ടപ്പോൾ ഒരുപാട് ഉണ്ടകൾ ഇവിടെ ഒന്ന് തറച്ചായിരുന്നു. അപ്പോൾ അതാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കണ്ടു, ജാലിയൻവാല ബാഗ് ഞങ്ങൾക്ക് ബോണസ് ആയിട്ട് കാണാൻ പറ്റി. ഇതിൽ അടിപൊളി ഹവേലിയിലെ ഫുഡ് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വന്നത്, പക്ഷേ ഇപ്പം ബെസ്റ്റ് മെയിൻ സാധനം ഇപ്പം ഹവേലിയിലെ ഫുഡാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസൊക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും നാളെ കാണാം. അതുവരേക്കും ബൈ.